വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഇപ്രകാരമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യം ആകുകയില്ല. ഈ വാക്യത്തിന്റെ അല്ലെങ്കിൽ ഈ ശബ്ദം, ഈ സ്റ്റേറ്റ്മെന്റ്, ഈ തിരുവചനം യേശു പറയാനുള്ള കാരണം എന്താണെന്ന് അധ്യായം താഴോട്ട് വായിച്ചിരുന്നു നമുക്ക് മനസ്സിലാവും. ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചന്ദ്രരോഗിയായ ഒരു മകനെ കൊണ്ടുവന്നിട്ട് അവർക്ക് അവനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അവനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല? അപ്പോഴാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. അപ്പോൾ ഈ വാക്യത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ നീങ്ങും. അപ്പോൾ വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തിന്റെ ഒരു ഏറ്റുപറച്ചിലും ആവശ്യമാണ്. വിശ്വാസം കൊണ്ട് തീരരുത്. കടുകുമണിയോളം ഉള്ള വിശ്വാസം മാത്രമല്ല, അതിനകത്ത് ആ വിശ്വാസത്തെ തെളിയിക്കത്തക്ക നിലവാരത്തിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ അകത്തു വീണ ആഴമേറിയ വിശ്വാസത്തെ തെളിവാക്കാൻ പാകത്തിൽ, അതിനെ വെളിപ്പെടുത്താൻ പാകത്തിൽ ചില ശബ്ദങ്ങൾ നമ്മുടെ അധരങ്ങളിലൂടെ പുറത്തു വരണം. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ അവിടം കൊണ്ട് കർത്താവ് നിർത്തിയില്ല. കർത്താവ് പറയുന്നത്, ഈ മലയോട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. അപ്പോൾ വിശ്വാസം നിന്റെ അധരങ്ങളിലൂടെ പുറത്തു വരണം, നമ്മുടെ അധരങ്ങളിലൂടെ പുറത്തു വരണം. അകത്ത് നീ വിശ്വസിക്കുന്നത് ആഴമായ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, വിഷയങ്ങളുടെ നടുവിൽ കർത്താവിലുള്ള വിശ്വാസത്തിൽ, ആഴമേറിയ ദൈവിക ദർശനത്തിൽ, ആഴമേറിയ ദൈവിക വെളിപ്പാടിൽ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി മേഖലകൾക്കകത്ത് ആത്മസാന്നിധ്യം നീ അനുഭവിക്കുമ്പോൾ, വചനത്തിന്റെ സത്യങ്ങൾ നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ, വെളിപ്പെട്ടു വരുന്ന ദൈവക നിയോഗത്തിനകത്ത് നിന്റെ മേൽ കിടക്കുന്ന ആഴമേറിയ വിശ്വാസത്തെ നിന്റെ അധരങ്ങളിലൂടെ പുറപ്പെടുവിക്കാൻ തുടങ്ങിയാൽ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് കടുകുമണിയോളമേ വിശ്വാസമുള്ളെങ്കിലും ആ വിശ്വാസത്തിന് മലകളെ നിന്റെ അടുക്കൽ നിന്ന് മൂവ് ചെയ്യുവാൻ കഴിയോ? മലകളെ നിന്റെ അടുക്കൽ നിന്ന് മാറ്റുവാൻ കഴിയും. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക മാത്രമല്ല, അതിന്റെ അപ്പുറം അതിനെ അധരങ്ങൾ കൊണ്ട് ഉരുവിടുന്ന ആത്മീക നിയോഗമുള്ള തലമുറകൾ എഴുന്നേറ്റു വരട്ടെ. നിന്റെ അകത്ത് വിശ്വാസമുണ്ട്, അത് സത്യമാണ്. പക്ഷെ ആ വിശ്വാസം ആ നിലവാരത്തിൽ തുടരാനല്ല, ആ വിശ്വാസം ആദരങ്ങളിലൂടെ പുറത്തു വരണം. അപ്പോൾ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഇതുവരെ കാണാത്ത ദൈവപ്രവർത്തികൾ കാണാൻ തുടങ്ങും. കർത്താവ് പറഞ്ഞത്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. കടുകുമണി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എത്രത്തോളം അതിന് വലിപ്പം ഉണ്ടെന്നറിയാം. പക്ഷേ നിന്റെ അകത്ത് യഥാർത്ഥമായി കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, നിനക്കകത്ത് കടുകുമണിയോളമേ വിശ്വാസം കാണത്തുള്ളൂ. പക്ഷെ ആ വിശ്വാസത്തിന് മലകളെ നീക്കുവാൻ കഴിയും. എപ്രകാരം? നീ അധരങ്ങൾ കൊണ്ട് പറയണം, അത് നീങ്ങട്ടെ, മല പോലുള്ള വിഷയങ്ങൾ മാറട്ടെ, എന്റെ മുന്നിലുള്ള പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. അങ്ങനെ നീ അത് കൺഫസ് ചെയ്ത് കഴിയുമ്പോൾ, നീ അത് ഉരുവിട്ട് കഴിയുമ്പോൾ, ആത്മാവിൽ ആ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന നീ കാണാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ശിഷ്യന്മാരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം മതി, പക്ഷേ അത് അധരങ്ങളിലൂടെ പുറപ്പെടണം. ആ വിശ്വാസത്തിന്റെ പൂർണ്ണത അവിടെ വെളിപ്പെട്ട് കഴിയുമ്പോൾ, ഇന്ന് നിന്നെ ഭരിക്കുന്ന, ഇന്ന് നിന്നെ വേട്ടയാടുന്ന, ഇന്ന് നിന്റെ ചിന്താമണ്ഡലങ്ങളെ സ്വാധീനിക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ആശയക്കുഴപ്പങ്ങളെ ഉണ്ടാക്കുന്ന, നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന പ്രതിസന്ധികളെ നീക്കുവാൻ പാകത്തിൽ സ്വർഗം നിന്റെ അകത്തിട്ട വിശ്വാസം അത് അധരങ്ങളിലൂടെ പുറത്തു വരുവാൻ തുടങ്ങിയാൽ, കടുകുമണിയോളമേ നിന്റെ അകത്ത് വിശ്വാസമുണ്ടെങ്കിലും അതിന് മലകളെ നീക്കാൻ കഴിയും.
അതിന് മലകളെ നീക്കുവാൻ കഴിയും. കർത്താവ് പറഞ്ഞത് മല പോലെ വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ കടുകുമണി പോലുള്ള വിഷയങ്ങൾ നിന്റെ മുന്നിൽ നിന്ന് മാറുമെന്നല്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, കർത്താവ് പറഞ്ഞത് മല പോലെയുള്ള വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ കടുകുമണി പോലുള്ള വിഷയങ്ങൾ നിന്റെ മുന്നിൽ നിന്ന് മാറുമെന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് കടുകുമണിയുടെ അത്രയും വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ നിനക്ക് മൗണ്ടൻസിനെ മൂവ് ചെയ്യാൻ പറ്റും, നിനക്ക് മലകളെ നീക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇന്ന് രാത്രി കാലം അകത്തു വീണ വിശ്വാസം പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ അത് വാടിപ്പോകാനല്ല, അത് ഉടഞ്ഞു പോകാനല്ല, അത് നിന്റെ അതരത്തിലൂടെ പുറത്തു വരട്ടെ. മറ്റാർക്കുമില്ലാത്ത പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധികളുടെ മുന്നിൽ തകർന്നു പോകുവാൻ വേണ്ടിയല്ല, നിന്റെ അകത്തുള്ള വിശ്വാസം അത് അതരങ്ങളിലൂടെ പുറത്തു വന്നാൽ നീ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ നീ കാണാൻ വേണ്ടി പോകുന്നു. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, നിന്റെ അകത്തുള്ളത് കടുകുമണിയോളമുള്ള വിശ്വാസമാണെങ്കിലും അതിന് മലകളെ മൂവ് ചെയ്യാൻ പറ്റും, അതിന് മലകളെ മാറ്റുവാൻ വേണ്ടി കഴിയും. തിരുവചനം വായിച്ചു വരുമ്പോ നമുക്ക് വിശ്വാസം കൊണ്ട് അത്ഭുതം നേടിയ ഒത്തിരി പേരെ കാണാൻ വേണ്ടി കഴിയുന്നു. അബ്രഹാമിനെ തന്നെ വിളിക്കുന്ന വിശ്വാസികളുടെ പിതാവെന്ന ആ നിലവാരങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി ചിന്തിച്ചാൽ അവരുടെയൊക്കെ ജീവിതം വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളിലായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്ന 1-2 വ്യക്തികളെ പരിചയപ്പെടുത്തി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, 12 സംവത്സരമായി രക്തസ്രാവം പിടിച്ചൊരു സ്ത്രീ, അവളുടെ പശ്ചാത്തലം നമുക്കറിയാം. ഈ 12 വർഷം കൊണ്ട് അവളുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ടിരിക്കുന്ന ഒരു മാരക രോഗം, അവൾ ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവൾ വെറുക്കപ്പെട്ടവളാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ സമൂഹത്തിൽ അവൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയത്തില്ല. അപ്രകാരം ഒരു രോഗത്തിന് അടിമയായവൾ 12 വർഷമായിട്ട് നമ്മൾ വായിച്ചിരുമ്പോൾ മനസ്സിലായി, ഏറിയൊന്ന് വൈദ്യന്മാരാൽ സഹിച്ചു, അവൾക്കുള്ളതെല്ലാം അവൾ കൊടുത്തു. എന്തിന്? അവളുടെ സൗഖ്യത്തിന് വേണ്ടി. ജീവിതത്തിന്റെ അകത്ത് തുടർമാനമായി അവളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ രോഗപീഡക്കകത്തുനിന്ന് പുറത്തു വരുവാൻ തന്റെ കയ്യിലുള്ളതൊക്കെ വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ഒരിക്കലും അവളുടെ ജീവിതത്തിനകത്തൊരു മാറ്റമുണ്ടായില്ല. അവൾ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവളായിരുന്നു, പുറത്തിറങ്ങാൻ കഴിയത്തില്ല. അവളുടെ ജീവിത സാഹചര്യങ്ങളെ മൊത്തം കുലുക്കി, അവളുടെ നിലവാരങ്ങളെ മൊത്തം മാറ്റിയെറിഞ്ഞ് 12 വർഷം കൊണ്ട് അവൾ കടന്നു പോകാത്ത പ്രതിസന്ധികളില്ല, വേദനകളില്ല. അവൾ ശരീരത്തിൽ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാനസിക തലങ്ങളിൽ അവൾ തകർക്കപ്പെട്ടതാണ്. ഈ രോഗം അവളുടെ ശരീരത്തെ തകർക്കുന്നതോടൊപ്പം തന്നെ അവളുടെ മാനസിക തലങ്ങളെയും തകർത്തു. എന്തുകൊണ്ട്? ഈ രോഗമുള്ളവൾക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ കഴിയത്തില്ല. കാരണം ആ യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് ഈ രോഗമുള്ളവൾ മറ്റുള്ളവരെ കാണുകയോ തൊടുകയോ ചെയ്താൽ അവരും അശുദ്ധരാകും. ആ നിലവാരത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഒരു ദിവസം ഒരു വാർത്ത കേട്ടു, യേശു ആ വഴിയായി കടന്നു വരുന്നുണ്ടെന്ന്. മെഡിക്കൽ സയൻസിൽ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇപ്രകാരം അസുഖമുള്ള ഒരു സ്ത്രീ ഈ 12 വർഷം ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം 12 വർഷമായിട്ട് അവളുടെ ജീവൻ അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വചനത്തിൽ തന്നെ എടുത്തു പഠിച്ചാൽ രക്തത്തിലാണ് ജീവൻ ഉള്ളത്. അപ്പോ അവളുടെ ശരീരത്തിന് ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന രക്തം അവളിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു, അത് ബ്ലീഡ് ആയിക്കൊണ്ടിരിക്കുന്നു, അത് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ 12 വർഷമായിട്ടും ഇവിടെ ജീവിതത്തിന്റെ അകത്തൊരു മരണം സംഭവിച്ചില്ല. അവിടെ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവ നിയോഗപ്രകാരം ഒരു അത്ഭുതം സംഭവിക്കണമെന്ന്, ഒരു ദൈവപ്രവൃത്തി സംഭവിക്കണമെന്ന് സ്വർഗത്തിന് പദ്ധതിയുണ്ടെങ്കിൽ, ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ തകർക്കാൻ പിശാച് എത്ര വലിയ പദ്ധതി ഉണ്ടാക്കിയാലും നീ തകർന്നു പോകത്തില്ല. അത് വർഷങ്ങൾ കൊണ്ട് നിന്നെ തകർക്കാനുള്ള പദ്ധതിയാണെങ്കിലും ആണ്ടുകൾ കൊണ്ട് നിന്നെ തകർക്കാനുള്ള പദ്ധതിയാണെങ്കിലും അത് എത്ര വർഷമെടുത്താലും നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവമിട്ടൊരു പദ്ധതി നിറവേറാനുണ്ടെങ്കിൽ നിന്നെ തകർത്ത് കളയാൻ പിശാച് ഒരുക്കുന്ന ഒരു പദ്ധതികൾക്കും കഴിയത്തില്ല. 12 വർഷമായി ഇവളെ ഈ രോഗം അലട്ടിയിട്ടും അവൾ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടില്ല. മരണത്തിന് അവളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം അവളുടെ മേൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. 12 വർഷങ്ങൾക്കപ്പുറം ദൈവ നിയോഗത്തിന്റെ അകത്ത് അവളുടെ മേൽ ഒരു ദൈവപ്രവൃത്തി ഇറങ്ങുന്നത് അവളുടെ മേൽ ആ പദ്ധതി ഉള്ളത് കൊണ്ട്, ദൈവ നിയോഗം അവളുടെ മേൽ ഉള്ളത് കൊണ്ട് അവൾ മരണത്തിന് കീഴടങ്ങിയില്ല. മരണത്തിന് അവളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല.
രാത്രികാലം ശാന്തമായ ഒരു ദൂതി ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധികൾക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ആ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനകത്ത് വരുന്നതിന് മുമ്പ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ്, ലോക സ്ഥാപനത്തിന് മുമ്പ് നിന്നെ തിരഞ്ഞെടുത്ത് സ്വർഗീയമായ പദ്ധതികൾ നിന്റെ മേലുള്ളത് കൊണ്ട് വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രതിസന്ധികൾക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. സ്വർഗത്തിന് പദ്ധതിയുള്ളവനെ, സ്വർഗത്തിന് നിയോഗമുള്ളവനെ, സ്വർഗത്തിന് ഉപയോഗിക്കാനുള്ളവനെ തകർത്ത് കളയാൻ ഒരു പദ്ധതികൾക്കും കഴിയത്തില്ല. അത് രോഗമാകട്ടെ, ശാപമാകട്ടെ, എന്താണെങ്കിലും നിന്റെ മേലൊരു ദൈവിക നിയോഗം വെളിപ്പെടാനുണ്ടെങ്കിൽ, നിന്റെ മേലൊരു ദൈവിക വാഗ്ദത്തം വെളിപ്പെടാനുണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഒരു പക്ഷെ ചില കാലങ്ങളിലേക്ക്, ചില ദിവസങ്ങളിലേക്ക്, ചില മാസങ്ങളിലേക്ക്, ചില ദണ്ഡനങ്ങളിലൂടെ നീ കടന്നുപോയാലോ ദൈവം നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പൊ ഈ 12 വർഷമായിട്ടും ഈ രോഗം ഇവളെ ബാധിച്ചിട്ടും ഇവൾ മരിച്ചില്ല. മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ ഇവൾ മരിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു. ഇന്നത്തെ വൈദ്യശാസ്ത്രം ഇന്ന് ഏറ്റവും അഡ്വാൻസ് ആയ മേഖലകൾക്കകത്താണ്. പക്ഷെ പലയിടത്തും മനുഷ്യൻ പരാജയമാണെന്ന്, നമ്മളുടെ കണ്ടെത്തലുകൾ പരാജയമാണെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ കാലഘട്ടത്തിലാണെങ്കിൽ അപ്രകാരം അസ്വസ്ഥതയുള്ള, ബ്ലീഡിംഗ് ഉള്ള ഒരാൾക്ക് ബ്ലഡ് റീപ്ലേസ് ചെയ്യാൻ പറ്റും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കാൻ പറ്റും. പക്ഷെ ആ കാലഘട്ടത്തിൽ അതൊന്നും സാധ്യമല്ലായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലും നീണ്ട 12 വർഷങ്ങൾ ഈ രോഗമുണ്ടായിട്ടും അവൾ മരിച്ചില്ല. മരണത്തിന് അവളെ കീഴടക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ദൂത് നിനക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ആത്മാവിൽ ചിന്തിക്കുകയാണ്. നിന്റെ ജീവിതത്തിനകത്തൊരു പദ്ധതി ഉണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ യേശു വരുന്നതറിഞ്ഞിട്ട് ഇവളുടെ അകത്ത് ഒരു വിശ്വാസം ഉടലെടുക്കുകയാണ്. അവളുടെ ചിന്ത ഇപ്രകാരമാണ്: യേശുവിനെ എനിക്ക് കാണണ്ട. ഒരുപക്ഷെ യേശുവിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ അവൾ കേട്ട് കാണും. യേശുവിന്റെ അടുക്കൽ വന്നവരൊക്കെ സൗഖ്യമാകുന്നു, കുരുടന് കാഴ്ച കൊടുക്കുന്നു, മുടന്തൻ സൗഖ്യമാകുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള അത്ഭുതങ്ങളെ പറ്റിയുള്ള ശ്രുതി ഇവിടെ കാതുകളിലും എത്തി. അതുകൊണ്ടാണ് ഇവൾ യേശുവിനെ അന്വേഷിച്ചു വരുന്നത്. പക്ഷെ ഇവളുടെ ഇവൾ അകത്തുരുവാക്കിയെടുത്തൊരു വിശ്വാസമുണ്ട്. എനിക്ക് എല്ലാവരും സൗഖ്യമായതുപോലെ യേശുവിനെ തൊട്ട് സൗഖ്യമാക്കണ്ട, അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ പോയി എനിക്കൊരു സൗഖ്യം വേണ്ട. കാരണം ഈ 12 വർഷത്തെ ജീവിതം ഇവളെ വല്ലാതെ മാറ്റിക്കളഞ്ഞു. ഒരു മനുഷ്യരോട് സംസാരിക്കാൻ കഴിയത്തില്ല, പുറത്തിറങ്ങി നടക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള നിലവാരങ്ങളിൽ ജീവിച്ച ഇവളുടെ മാനസിക നിലവാരങ്ങൾക്കകത്ത് മാറ്റമുണ്ടായി. ആരുടെ മുന്നിലും വെളിപ്പെടാൻ ആഗ്രഹിക്കാത്ത ഇവൾ ചിന്തിച്ചു, യേശുവിന്റെ അടുക്കൽ ഞാൻ എത്തും, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും എനിക്കൊന്ന് തൊട്ടാൽ മതി. ഇതാണ് ഇവളുടെ അകത്തുള്ള വിശ്വാസം. മറ്റൊന്നും വേണ്ട. യേശു കൈവെക്കണ്ട, യേശു പ്രാർത്ഥിക്കണ്ട, യേശു സൗഖ്യമാകട്ടെ എന്ന് പറയണ്ട. എനിക്ക് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്നും തൊട്ടാൽ മതി. 12 വർഷമായി രോഗപീഠയിലൂടെ കടന്നു പോകുന്നവളുടെ അകത്തൊരു വിശ്വാസം കയറി. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ എനിക്കൊന്ന് തൊടണം. ഇത് അകത്തു നിന്നില്ല. ആ വിശ്വാസം പതുക്കെ അവളുടെ ഭവനത്തിൽ നിന്നും അവളെ പുറത്തേക്ക് എത്തുകയാണ്. ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത മനുഷ്യരുടെ ഉള്ളിടത്ത്, സമൂഹമുള്ളിടത്ത്, നമുക്കറിയാം യേശുവിന്റെ ശുശ്രൂഷകൾക്കകത്ത് എപ്പോഴും വലിയൊരു പുരുഷാരം അവനോടൊപ്പം ഉണ്ടായിരുന്നു, അവന്റെ ശിഷ്യന്മാർ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോ പുരുഷാരത്തിന്റെ മുന്നിലോ ജനക്കൂട്ടത്തിന്റെ അടുക്കലോ ഇറങ്ങി വരാൻ കഴിയാത്ത ഈ സ്ത്രീയുടെ അകത്തെ വിശ്വാസം അവളെ പുറത്തേക്ക് കൊണ്ടുവരിക, യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. ഭവനത്തിന്റെ അകത്ത് തളയ്ക്കപ്പെട്ടവളായി പുറത്തിറങ്ങാൻ കഴിയാത്ത ഇവൾ അകത്തു വീണ വിശ്വാസ നിമിത്തം അവൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ വിശ്വാസം അവളെ പുറത്തെത്തിച്ചു. എങ്ങനെയെങ്കിലും യേശുവിന്റെ അടുക്കലെത്തണം, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തുറന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ കടുകുമണിയോളം ഉള്ളൊരു വിശ്വാസം ഇവളുടെ അകത്തു വീണു. യേശുവിന്റെ അടുക്കലെത്തണം, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തുടരണം. ആ വിശ്വാസം നാളുകളായി അവളെ വാണുകൊണ്ടിരുന്ന പ്രതിസന്ധികളെ ജീവിക്കാൻ പാകത്തിൽ ഒരു വിശ്വാസമായി അവളുടെ
ജീവിതത്തിനകത്ത് വെളിപ്പെടുക. എന്ത്? അവളെ ഭരിച്ചുകൊണ്ടിരുന്ന മല പോലെയുള്ള 12 വർഷമായി അവളെ ഞെരുക്കിക്കൊണ്ടിരുന്ന ആ മല പോലെയുള്ള വിഷയത്തെ ദൂരീകരിക്കുന്ന കടുകുമണിയോളമുള്ള ഒരു വിശ്വാസം അവിടെ അകത്തു വീണു. യേശുവിന്റെ അടുക്കലെത്തണം, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടണം. ആ വിശ്വാസം അകത്തു വീണപ്പോൾ അവൾ സമൂഹത്തെ മറന്നു. അവളുടെ മുന്നിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെ അവൾ മറന്നു. അവളുടെ മുന്നിൽ സമൂഹം വെച്ച വ്യവസ്ഥിതികളെ അവൾ മറന്നു. ഭവനത്തിന്റെ അകത്തുനിന്ന് അവൾ പതുക്കെ പുറത്തിറങ്ങി യേശുള്ള സ്ഥലത്തേക്ക് തന്റെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതികളെ മറന്ന് അവൾ ചലിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം നിന്റെ അകത്ത് സാഹചര്യങ്ങൾ ഉയർത്തിവിടുന്ന സന്ദേശങ്ങൾക്കപ്പുറമായി, പ്രതിസന്ധികൾ നിന്നെ നോക്കി പറയുന്നതിനപ്പുറമായി, നിന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നിന്നെ നോക്കി പറയുന്നതിനപ്പുറമായി, നിന്റെ അകത്തു വീണ വിശ്വാസത്തിനനുസരിച്ച് ആത്മീക ജീവിതത്തിന്റെ അകത്ത് നീ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ ഇതുവരെ കാണാത്ത ദൈവപ്രവർത്തികൾ ഇതാ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തി. എവിടെ നീ അവഗണിക്കപ്പെട്ടോ, എവിടെ നീ നിന്ദിക്കപ്പെട്ടോ, എവിടെ നീ തകർക്കപ്പെട്ടോ, അതേ മേഖലകൾക്കകത്ത് നിന്നെ അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഇതാ യേശു പറഞ്ഞത്. കടുകുമണിയോളം വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ നീ പറയുക, മലയോട് നീങ്ങി അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ഒന്നും നിനക്ക് അസാധ്യമാകത്തില്ല. അപ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് ഇവൾ വന്നു. ഇവളുടെ ആഗ്രഹപ്രകാരം അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. എന്താ കാരണം? ഇവളുടെ അകത്തുരുവായൊരു വിശ്വാസം. അവളുടെ വിശ്വാസം ഇത്രേ ഉള്ളായിരുന്നു. എനിക്ക് യേശുവിന്റെ കരത്തിലൂടെ ഒരു അത്ഭുതം എനിക്ക് വേണ്ട. യേശുവിനെ കണ്ട് പ്രാർത്ഥിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടും, അതെനിക്ക് സൗഖ്യമാകും. ഈ വിശ്വാസം, ആ വിശ്വാസത്തിനനുസരിച്ച് അവൾ ചലിക്കാൻ തുടങ്ങിയപ്പോൾ കൃത്യമായി അവൾ യേശുവിന്റെ അടുക്കലെത്തി. അവിടെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു, യേശുവിന് ചുറ്റും ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ അവളുടെ വിശ്വാസം, ആ തിരക്കിനിടയിലും അവൾ വിശ്വാസത്തോടെ യേശുവിന്റെ തൊങ്ങലിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു കാര്യം, യേശു ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എന്നെ തൊട്ടതാർ? എന്നെ ആരാ തൊട്ടത്? അപ്പൊ ശിഷ്യന്മാരെ പറയേ, ഗുരു നീ എന്തായി പറയുന്നത്? പുരുഷാരം നിന്നെ തിരക്കിക്കൊണ്ടിരിക്കുക, അപ്പോഴാണോ നീ ചോദ്യം ചോദിക്കുന്നത് നിന്നെ തൊട്ടതാരാണെന്ന്? പക്ഷെ അവർക്കാർക്കും അറിയാത്തൊരു മറുപടി യേശുവിൽ നിന്ന് പുറപ്പെടുക. അങ്ങനത്തെ തൊടിയിലല്ല, സാധാരണ ഒരു സ്പർശനമല്ല, എന്റെ അകത്തുള്ള ശക്തിയെ സ്വീകരിക്കത്തക്ക നിലവാരത്തിൽ, എന്റെ അകത്തുള്ള ശക്തിയെ പ്രാപിക്കത്തക്ക നിലവാരത്തിൽ, എന്റെ അകത്തുള്ള ശക്തിയെ റിസീവ് ചെയ്യത്തക്ക നിലവാരത്തിൽ ആരോ എന്നെ ഒന്ന് തൊട്ടു. ഇന്ന് രാത്രികാലം പുരുഷാരമുണ്ടെങ്കിലോ, ഇന്ന് രാത്രികാലം തിക്കിത്തിരക്കാൻ ആളുകൾ ഒത്തിരി ഉണ്ടെങ്കിലോ, ഇന്ന് രാത്രികാലം ആവശ്യബോധത്തോടെ നിന്റെ വിശ്വാസത്തിന്റെ അകത്ത് നീ തൊട്ടാൽ ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടിയും ശക്തി പുറപ്പെടാൻ വേണ്ടി പോകുക. ഇന്ന് രാത്രികാലം പുരുഷാരം തിക്കിത്തിരക്കുന്നത് പോലെയല്ല, ആവശ്യമുള്ളവൻ അവന്റെ വിശ്വാസത്തിനകത്ത് ചലിക്കാൻ തുടങ്ങിയപ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഒന്നുകൂടെ പറഞ്ഞാൽ, അവളുടെ വിശ്വാസം യേശുവിന്റെ അകത്തുള്ള ശക്തിയെ, യേശുവിന്റെ അകത്തുള്ള അത്ഭുതത്തെ, യേശുവിന്റെ അകത്തുള്ള രോഗസൗഖ്യത്തെ അവളിലേക്ക് എത്തിക്കുവാൻ മുഖാന്തരമായി തീർന്നു. അതുവരെ ഒരിടത്തും ഞാൻ വായിച്ചിട്ടില്ല യേശുവിന്റെ തൊങ്ങലിൽ തൊട്ടാരും സൗഖ്യം പ്രാപിച്ച കാര്യം ഞാൻ വായിച്ചിട്ടില്ല. ഇവൾ തെളിയിക്കുകയാ, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിനകത്തു പോലും ശക്തിയുണ്ടെന്ന് ഒരു തലമുറയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത സ്ത്രീയാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ. ഒന്നുകൂടെ പറയട്ടെ, ആ തലമുറയ്ക്കകത്ത് യേശുവിന്റെ കരം തൊട്ട് അനേകർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. യേശു വാക്ക് പുറപ്പെടുവിച്ചപ്പോൾ അനേകർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവളുടെ വിശ്വാസം യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ, അത് തൊങ്ങലിലാണ് ഏറ്റവും തൊങ്ങൽ എന്ന് പറയുന്ന ഒരു വസ്ത്രത്തിന്റെ ഏറ്റവും അഗ്രഭാഗമാണ്, അഗ്രഭാഗം. അവിടെ പോലും ദൈവശക്തി ഉണ്ടെന്ന് ഒരു തലമുറയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ പാകത്തിൽ അവളുടെ വിശ്വാസം മതിയായിരുന്നു. രാത്രികാലം എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഒരുവളുടെ വിശ്വാസം യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിനകത്ത് അത്ഭുതമുണ്ടെന്ന തലമുറയെ വെളിപ്പെടുത്തി. യേശു പോലും അറിയാതെ, യേശു അറിയാതെ എന്ന് പറഞ്ഞാൽ മാനുഷികമായി പറയുക, യേശു അതൊക്കെ അറിഞ്ഞതാ. പക്ഷെ യേശു പറയുക, എന്നെ തൊട്ടതാർ, എന്നിൽ നിന്നും ശക്തി
ശക്തി പുറപ്പെട്ടു, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ഇന്ന് രാത്രി കാലം ആയിരക്കണക്കിന് ആൾക്കാർ നിന്നാലും അതിൻ്റെ നടുവിൽ നീ ആവശ്യബോധത്തോടെ തൊടാൻ തുടങ്ങിയാൽ, നീ ആവശ്യബോധത്തോടെ ചലിക്കാൻ തുടങ്ങിയാൽ, നിന്റെ അകത്തു പിന്നെ വിശ്വാസത്തിനകത്ത് നീ ചലിക്കാൻ തുടങ്ങിയാൽ, ആയിരക്കണക്കിന് ആൾക്കാരുടെ മേൽ ശക്തി ഇറങ്ങിയില്ലെങ്കിലും നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങാൻ പോകുക. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുക. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ നിയോഗം വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി കാലം ആത്മാവിൽ അതിനെ സ്വീകരിച്ചു. വർഷങ്ങളായി നീ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാത്രികാലം 12 വർഷമാകട്ടെ, 10 വർഷമാകട്ടെ, 5 വർഷമാകട്ടെ, 2 വർഷമാകട്ടെ, ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകുന്നത്, നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ശക്തി പുറപ്പെടാൻ വേണ്ടി പോകുക. അപ്പോ ഇവൾക്ക് യേശുവിന്റെ ഈ മറുപടി വന്നു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ യേശു അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മകളെ ധൈര്യപ്പെടുക. അടുത്ത വാക്യമാണ് ഏറ്റവും വലിയ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്തായിരുന്നു അവളുടെ വിശ്വാസം? അവളുടെ അകത്ത് വീണത് ഒരു കടുകമണിയോളമുള്ള വിശ്വാസമാണ്. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ഞാൻ തൊടും, എനിക്ക് സൗഖ്യം ഉണ്ടാവും. 12 വർഷം അവളെ ബന്ധിച്ച മുഖം അവിടെ തകരുക. ഒറ്റ തൊടലിനകത്ത്. നീണ്ട ഒരു പ്രാർത്ഥന അവിടെ ഉണ്ടായിരുന്നില്ല, നീണ്ട ഒരു കൈവപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. യേശു അധികാരത്തോടെ അവിടെ കൽപ്പിച്ചില്ല. പക്ഷേ അവിടെ വെളിപ്പെട്ടത് അവളുടെ വിശ്വാസം. യേശുവിലുള്ള ശക്തി അവളെ കൊണ്ടുപോയിട്ട് അത്ഭുതമായി അവളുടെ ജീവിതത്തിൽ മാറി. അത് രോഗസൗഖ്യമായത് അവളുടെ ജീവിതത്തിൽ മാറി. നിന്റെ വിശ്വാസത്തിന് യേശുവിലുള്ള അത്ഭുതത്തെ നിന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയൂ. ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് ആഴമേറിയ, ഒന്നുകൂടെ പറഞ്ഞാൽ വചനത്തിന്റെ പാണ്ഡിത്യമോ ആഴമേറിയ വലിയ നിലവാരങ്ങൾക്കകത്ത് പ്രാർത്ഥിക്കാനുള്ള കഴിവൊന്നും നിനക്കില്ലായിരിക്കും. മറ്റുള്ളവർ മുന്നിൽ നിൽക്കാനുള്ള കഴിവൊന്നും നിനക്കില്ലായിരിക്കും. പക്ഷേ നിന്റെ ജീവിതത്തിന്റെ അകത്ത് നീ ആഴമായി വിശ്വസിക്കാൻ തുടങ്ങിയാൽ ആർക്കും വെളിപ്പെടാത്ത അത്ഭുതങ്ങളുടെ നിലവാരങ്ങൾ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ പശ്ചാത്തലം, അല്ലെങ്കിൽ ഈ രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യമാകുന്ന പശ്ചാത്തലം നമ്മൾ പഠിച്ചു നോക്കിയാൽ, യേശുവിന്റെ അടുക്കൽ ഒരു പ്രമാണി വരുന്നുണ്ട്. അവന്റെ പേര് യായിറോസ് എന്നാ. അവന്റെ 12 വയസ്സുള്ള മകൾ മരിച്ചുപോയി, അല്ലെങ്കിൽ മരിച്ചു പോയിട്ടില്ല. യായിറോസ് അടുത്ത് വരുമ്പോൾ, യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ മരിച്ചു പോയിട്ടില്ല, മരിക്കാറായി കിടക്കുകയാണ്. അപ്പം യേശുവിനെ ഭവനത്തിൽ കൊണ്ടുപോകുവാൻ വേണ്ടി യായിറോസ് വരുന്നത്. അപ്പൊ ഈ വഴിയാത്രയ്ക്കകത്താണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്. ഈ വഴിയാത്രയ്ക്കകത്ത് യായിറോസ് വളരെ തിടുക്കത്തോടെ യേശുവുമായി തന്റെ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. എന്തിന്? തന്റെ മകൾ, 12 വയസ്സുള്ള മകൾ രോഗം പിടിച്ചു കിടക്കുക. അവക്കൊരു സൗഖ്യം വേണം. ഈ ആഗ്രഹത്തോടു കൂടെ യേശുവിനെ കൊണ്ട് പോകുന്ന ആ വഴിയാത്രയിൽ ഇത് പെട്ടെന്ന് 12 സംവത്സരമായി ബന്ധിക്കപ്പെട്ട ഒരുവൾ സൗഖ്യം പ്രാപിക്കുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണമേ, യായിറോസ് അവിടെ ഒരു തിടുക്കവും കാണിച്ചില്ല. യായിറോസ് ഒന്നും പറഞ്ഞില്ല. കർത്താവേ, ഞാനാണ് നിന്റെ അടുക്കൽ വന്നത്, എന്റെ മോള് മരിക്കാറായി കിടക്കുന്നു. ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിന്റെ അകത്ത് മറ്റാർക്കെങ്കിലും ഒരു അത്ഭുതം വെളിപ്പെടുന്നത് കണ്ടിട്ട് അതിനകത്ത് അസൂയല്ല, അതിനകത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്തും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒന്നുകൂടെ പറഞ്ഞാൽ, യായിറോസ് ഒന്ന് വഴിമാറിക്കൊടുത്തു. യായിറോസ് ഒന്ന് ഒതുങ്ങി നിന്നു. ഇവളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു അത്ഭുതം വെളിപ്പെട്ട് സമയം പോയാലും കുഴപ്പമില്ല. അവളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട അത്ഭുതത്തിന്റെ അകത്ത് അവൻ സമ്മതനായി അവിടെ നിന്നു. പക്ഷേ അവിടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോ യായിറോസിന്റെ ഭവനത്തിൽ നിന്ന് അവന്റെ ബാല്യക്കാർ വന്നിട്ട് പറയുക, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട, ബാല എന്ത് ചെയ്തു? മരിച്ചുപോയി. അപ്പോൾ നമ്മൾ സുവിശേഷങ്ങളിൽ ഇത് ഈ അധ്യായം, ഈ പശ്ചാത്തലം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അവിടെ എഴുതിയിട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വാക്യമുണ്ട്. യേശു ആ വാക്ക് കാര്യമാക്കാതെ യേശു യായിറോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ആ വാക്ക് കാര്യമാക്കാതെ, ഏത് വാക്ക്? തൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ യായിറോസിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ വെളിപ്പെട്ട നഷ്ടത്തെ നികത്താനുള്ള യാത്രയുടെ നടുവിൽ 12 സംവത്സരമായി രോഗം ബാധിച്ച ഒരുവൾ സൗഖ്യമായി. യായിറോസ് ഇത് കണ്ടു. പക്ഷെ അതിന്റെ അനന്തരഫലം, ആ സമയം അവിടെ വൈകിയത് നിമിത്തം യായിറോസിന്റെ ഭവനത്തിൽ മരണം സംഭവിച്ചു. ആ മരണത്തിന്റെ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ആ വാക്ക് യായിറോസ് നീ കാര്യമാക്കണ്ട.
ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ ദൂത് കൈമാറട്ടെ. നിന്റെ പ്രതിസന്ധികൾക്ക്, നിന്റെ പ്രതികൂലങ്ങൾക്ക്, നീ ആയിരിക്കുന്ന മേഖലകൾക്ക് നിന്നെ നോക്കി പറയാൻ ഒരു സന്ദേശമുണ്ട്. എന്താ? ഇനി ഒരു അത്ഭുതം നടക്കത്തില്ല, നീ പ്രാർത്ഥിച്ചത് മതി. ഇനി ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ചുറ്റും നിൽക്കുന്ന സകല മേഖലകളും നിന്നെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാ, ഇനി ഒരു സാധ്യത നിന്റെ ജീവിതത്തിൽ കാണുന്നില്ല, ഇനി ഒരു അത്ഭുതം അവിടെ ഉളവാകത്തില്ല, ഇനി ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ല, ഇനി ഒരു സാധ്യത ഇല്ലെന്ന് വൈദ്യശാസ്ത്രം നിന്നെ നോക്കി വിധി എഴുതുമ്പോൾ, ഇനി ഒരു സാധ്യതയില്ലെന്ന് നിന്റെ ജീവിതത്തെ നോക്കി, നിന്റെ ഭാവിയെ നോക്കി വിധി എഴുതുമ്പോൾ, ഇന്ന് രാത്രി കാലം ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറട്ടെ. നീ ആ വാക്ക് കാര്യമാക്കരുത്, നീ ആ വാക്ക് കാര്യമാക്കരുത്. ഇന്ന് രാത്രി കാലം ആത്മാവിൽ പറഞ്ഞേ, ഞാൻ ആ വാക്കിനെ കാര്യമാക്കുന്നില്ല. പ്രതികൂലങ്ങൾ എന്നെ നോക്കി വിളിച്ചു പറയുന്ന, പ്രതിസന്ധികൾ എന്നെ നോക്കി വിളിച്ചു പറയുന്ന, പൈശാചിക മണ്ഡലങ്ങൾ എന്നെ നോക്കി വിളിച്ചു പറയുന്ന, എന്നെ നോക്കി, എന്റെ കുടുംബത്തെ നോക്കി, എന്റെ സഭയെ നോക്കി, എന്റെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കി വിളിച്ചു പറയുന്ന ആ വാക്കിനെ ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ കാര്യമാക്കുന്നത് എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രികാലം പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാൻ നീ തയ്യാറായാൽ ആ പ്രതിസന്ധികൾക്കും അപ്പുറം വലിയൊരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. യായിറോസ് യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അവന്റെ മകൾ മരിച്ചിട്ടില്ല. പക്ഷെ യായിറോസ് കണ്ടൊരു അത്ഭുതമുണ്ട്, അവൻ കേട്ടൊരു സാക്ഷ്യമുണ്ട്. 12 വർഷമായി രക്തസ്രാവമുള്ള ആ നാട്ടിലെ അറിയപ്പെടുന്ന വൈദ്യന്മാരാൽ ശുശ്രൂഷിച്ചിട്ട്, വൈദ്യന്മാർ ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത ഒരു സ്ത്രീ തന്റെ കണ്ണിൻ മുന്നിൽ ലൈവായിട്ട് സൗഖ്യമാണെന്ന് അവൻ കണ്ടു. 12 വർഷം. അപ്പൊ യായിറോസിന്റെ അകത്തൊരു വിശ്വാസം ഉടലെടുത്തു. ഇതാ മരിച്ചു പോകേണ്ട ഒരുവൾ, തകർന്നു പോകേണ്ട ഒരുവൾ, ഉടഞ്ഞു പോകേണ്ട ഒരുവൾ, 12 വർഷം അവളെ ബാധിച്ചുകൊണ്ടിരുന്ന രോഗാത്മാവിനെ അഴിച്ച് അവളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട സ്വാതന്ത്ര്യത്തെ ഇവൻ കണ്ടു കഴിഞ്ഞപ്പോൾ, അവിശ്വാസം ഇവന്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ, ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യത്തക്ക നിലവാരത്തിൽ 12 വയസ്സുള്ള തന്റെ മകൾ മരിച്ചു എന്നുള്ള വാർത്തയാ അവൻ കേൾക്കുന്നത്. പക്ഷെ അവിടെ ഒന്നും യായിറോസിന്റെ വിരുദ്ധമായ ഒരു പ്രതികരണവും കാണുന്നില്ല. തനിക്ക് കർത്താവിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കാൻ പാകത്തിൽ ആ വെളിപ്പെട്ടു വന്ന ശബ്ദത്തിനനുസരിച്ച് യായിറോസ് ഒന്നും പറഞ്ഞില്ല. ആ ബാല്യക്കാർ പറഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് അവൻ കർത്താവിനോട് പറഞ്ഞില്ല, കർത്താവേ നീ ഇനി വരണ്ട, എന്റെ മകൾ മരിച്ചു പോയെന്നൊന്നും യായിറോസ് പറഞ്ഞില്ല. അവിടെയും അവൻ യേശുവിനെ വിശ്വസിച്ചു. യേശുവിനെ വിശ്വസിച്ചു. യായിറോസേ, നിന്റെ അകത്തൊരു ഉറപ്പ് വീണില്ലേ? നിന്റെ കണ്ണിൻ മുന്നിൽ ഒരു സ്ത്രീ സൗഖ്യമാവും നീ കണ്ടില്ലേ? അതാ കർത്താവിലുള്ള നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. അവന്റെ അകത്തു വീണ വിശ്വാസം, അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ കർത്താവ് പറഞ്ഞു, നീ പ്രതിസന്ധികൾ അല്ലെങ്കിൽ നിന്റെ ബാല്യക്കാര് പറയുന്ന വാക്കിനെ നീ കാര്യമാക്കണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു വേഗത്തിൽ ആ ഭവനത്തിലേക്ക് ചെന്ന് ആ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം വിശ്വസിച്ചാൽ നീ വലിയ ദൈവപ്രവൃത്തി കാണാൻ വേണ്ടി പോകുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രതിസന്ധികൾക്ക് നിന്നെ നോക്കി കൈമാറാൻ ഒത്തിരി സന്ദേശമുണ്ട്. ഇനി ഒരു സാധ്യതയില്ല, ഇനി ഒരു കിളിർപ്പുണ്ടാകത്തില്ല, ഇനി ഒരു കിളിർപ്പുണ്ടാകത്തില്ല, ഇനി ഒരു വളർച്ച ഉണ്ടാകത്തില്ല, ഇനി നിനക്ക് ആ ജോലി ലഭിക്കത്തില്ല, ഇനി നിന്റെ രോഗം സൗഖ്യമാകത്തില്ല, ഇനി നിനക്ക് തലമുറകൾ ഉണ്ടാകത്തില്ല, ഇനി നിന്റെ ആത്മീയ ജീവിതത്തിന്റെ അകത്തൊരു ഒരു മാറ്റം ഉണ്ടാകത്തില്ല, ഇനി നിന്റെ സഭയ്ക്ക് ഒരു വളർച്ച ഉണ്ടാകത്തില്ല, ഇനി ക്രിസ്തീയ ഗോളത്തിനകത്തൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഇതിന്റെയൊക്കെ നടുവിൽ ശാന്തമായി കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ വാക്ക് കാര്യമാക്കരുത്. ഇന്ന് രാത്രികാലം ശാന്തമായി പറയട്ടെ, ആ വാക്ക് കാര്യമാക്കരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രികാലം ദൈവവേദലേ, ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. നമ്മളുടെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാഹചര്യങ്ങളാ. അതിന്റെ അകത്തു നീ കടന്നു പോകുമ്പോൾ യേശു പറയുന്നു, വാക്ക് കാര്യമാക്കരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. സാഹചര്യം കാര്യമാക്കരുത്. നിന്നെ നോക്കി പലർ പറഞ്ഞ കാര്യങ്ങളെ നീ കാര്യമാക്കരുത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്റെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക. ഇന്ന് രാത്രികാലം വെളിപ്പെട്ടു വന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിന്റെ അകത്തു വീണ വാഗ്ദത്തത്തിന്റെ വിത്തുകൾ, ദൈവശബ്ദം, ദൈവിക നിയോഗങ്ങൾ എവിടെയെങ്കിലും ഒതുക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വസിക്കുക. അത് വലിയ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്താൻ വേണ്ടി പോകുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നു. ഇത്രത്തോളം സമയം ദൈവ സാന്നിധ്യത്തിനകത്ത് ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങളുടെ അകത്തുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. കട്ടികുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ മലയോട് നീങ്ങുക എന്ന് പറഞ്ഞാൽ
വിശ്വാസം മാത്രമല്ല, ആത്മാവിൽ അതിനെ ഉരുവിടുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ നൽകി തരണമേ. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ അകത്ത് സാഹചര്യങ്ങൾ അവരെ നോക്കി പലതും പറയുന്നു, സാധ്യതകൾ അവരുടെ മുന്നിൽ അടഞ്ഞിരിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രികാലം വെളിപ്പെട്ട വചന വെളിപ്പാടുകളെ ഞാൻ ആത്മാവിൽ ഈ ജനത്തിന്റെ മേൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. വലിയ അത്ഭുതങ്ങൾ അവരുടെ മേൽ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തികൾ അവരുടെ മേൽ സംഭവിക്കട്ടെ. വർഷങ്ങളായി അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. സാമ്പത്തിക മേഖലകളിൽ ഞെരുക്കം അനുഭവിക്കുന്ന, തകർച്ചയിലൂടെ കടന്നു പോകുന്ന എന്നെ ചിലർ ഇത് കേൾക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കുക. തലമുറകളോടുള്ള വിഷയത്തിൽ തലമുറകൾ ഉണ്ടാകത്തില്ലെന്ന് ലോകം പറഞ്ഞു ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുന്നു. വിശ്വസിക്കുക മാത്രം ചെയ്യുക, വാക്ക് കാര്യമാക്കാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്റെ ജീവിതത്തിന്റെ അകത്ത് ജീവന്റെ തുടിപ്പുകൾ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടാൻ പോകുന്നു. രാത്രികാലം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കണം, അഭിഷേകത്തോട് നിർത്തണം. ഈ പേജിനെ, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഫിലിപ്പ് ബ്രദറിനെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെ സഹായിക്കും, വലിയ അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേക ഫിലിപ്പ് ബ്രദറിനുള്ള നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. നിത്യതയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ആമേൻ. താങ്ക് യു.